ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ സൺഡേ മോർണിംഗ് റൂട്ടീനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പം എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കർട്ടനൊക്കെ തുറന്നിടുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യുക വീടിൻ്റെ. എന്നിട്ടിങ്ങനെ കുറച്ച് പ്രകൃതിയിലേക്കൊക്കെ നോക്കി നിൽക്കും. എല്ലാ കർട്ടനും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വീട്ടിലേക്ക് ഇങ്ങനെ നല്ല വെളിച്ചം വരണം എനിക്ക് രാവിലെ തന്നെ. അപ്പം കിച്ചണിലത്തെ കർട്ടനും അങ്ങനെ എല്ലാ കർട്ടനും ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി. അതിനുശേഷം ഞാൻ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. ഇന്ന് ഓട്ടടയും ഗ്രീൻ പീസ് കറിയും പൊറാട്ടയൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്ടടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാവ് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. അപ്പുറത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ളത് അരിഞ്ഞ് വെച്ച് കറി വേവിക്കാൻ വെച്ചു. ഓട്ടടക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവി ഓട്ടട ചുട്ടെടുത്തു. അപ്പോഴൊക്കെ അവിടെ കറി റെഡിയാവുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഉച്ചക്കുള്ള വെണ്ടക്കറി ഉണ്ടാക്കി. അതിനുവേണ്ടി കടുക് ആദ്യം ഇട്ടു, പിന്നെ തക്കാളി, പച്ചമുളക്, സവാള, കരിവേപ്പില എന്നിവ ഇട്ടു. അതിനുശേഷം അതിലേക്ക് ഉപ്പിട്ടു, പുളിവെള്ളം ചേർത്തു. ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു. വെണ്ട അതിലേക്കിട്ടു. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വെണ്ടക്കറിക്കുള്ളതെല്ലാമായി. ഇനി അതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ചു. അതിനുശേഷം ചായക്ക് വെള്ളം വെച്ചു, ചോറിന് വെള്ളം വെച്ചു. തിളക്കുന്ന നേരം കൊണ്ട് വീടൊക്കെ അടിച്ച് വാരാം, ഓരോ മുറികളായിട്ട് അടിച്ച് വാരാൻ പോയി. അതിനിടയിൽ വന്ന് ചോറ് വെള്ളം തിളയ്ക്കാനായപ്പോൾ അരി കഴുകി ചോറിലേക്കിട്ടു. കുടുക്കയിലേക്കിട്ടു, തിളച്ച് വരുന്ന വെള്ളത്തിലേക്കിട്ടു അരി. അതിനുശേഷം ഞാൻ കറി വറവിട്ടെടുത്തു. രാവിലത്തേക്കുള്ള ഓട്ടട, ചായ, കറി എല്ലാം റെഡിയായി. ഇന്ന് പൊറാട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാം റെഡിയായി. പൊറോട്ട, ഓട്ടട, പച്ചപ്പട്ടാണിക്കറി, ചായ എല്ലാം റെഡി.